കുണ്ടിക്കുർബാന, ഓടുമലരുകളെ. ഈ മൈത്താണ്ടികളുടെ കുണ്ടിക്കുർബാന കൊണ്ടും കിണ്ടിക്കുർബാന കൊണ്ടും ഇവിടെ നാട്ടുകാർക്ക് കിടക്കപ്പുറത്ത് ഇല്ലാതായി എന്ന് പറഞ്ഞാൽ മതി. പണ്ടൊക്കെ ഹർത്താൽ, ബന്ദ് എന്നൊക്കെ പറഞ്ഞാലായിരുന്നു കൊച്ചിക്കാർ പേടിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കത്തോലിക്കർ കുർബാനയ്ക്കിറങ്ങി എന്ന് കേട്ടാൽ നാട്ടുകാർ ഭയന്നോടുന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ. ഇവന്മാർ പള്ളിയിലെത്തിയാൽ അന്ന് തള്ളയ്ക്ക് വിളിയും അടിയും ഉറപ്പാണ്. നാട്ടുകാർ ചെവിപൊത്തി ഓടേണ്ടുന്ന അവസ്ഥയിലായി കാര്യങ്ങൾ. കാരണം ഞങ്ങൾക്ക് കുണ്ടിക്കുർബാന മതിയേ എന്ന് പറഞ്ഞൊരു കൂട്ടർ വരുമ്പോൾ മറ്റൊരു കൂട്ടർക്ക് ഞങ്ങൾക്ക് കിണ്ടിക്കുർബാന മതിയേ എന്ന് പറഞ്ഞു വരും. പിന്നെ തെറുവിളിയാകും, അടിപിടിയാകും, പോലീസെത്തും, ഒടുക്കം ലാത്തിച്ചാർജ് നടക്കും. ഇതാണ് നിലവിലെ അവസ്ഥ. ഈ മോൻ്റെ മോന്മാർ കാണിക്കുന്ന പുകലെല്ലാം കർത്താവിൻ്റെ പേരിലാണല്ലോ എന്നോർക്കുമ്പോഴാണ് വിഷമം വരുന്നത്. ലേലത്തിൽ സോമൻ പ്രവാചകൻ പറഞ്ഞതുപോലെ അന്യൻ വീർക്കുന്ന അപ്പവും ഭക്ഷിച്ച് ജീവിക്കുന്ന പള്ളിത്തന്തമാർ എന്ന സാത്താന്മാരാണ് ഇതിനെല്ലാം കാരണം. വണ്ടിക്കാളകളുടെ വരി ഉടയ്ക്കുന്നത് പോലെ പള്ളിത്തന്തന്മാരുടെ വരി ഉടച്ച് ഇവന്മാരെ വല്ല വാർക്കപ്പണിക്കോ റോഡ് പണിക്കോ വിട്ട് ഒരു 12 മണിക്കൂറെങ്കിലും വിട്ട് പണിയിപ്പിച്ചെങ്കിലേ ഇവന്മാരുടെ കഴപ്പ് തീരൂ. അല്ലാതെ ഇതിന് വേറെ യാതൊരു മരുന്നുമില്ല. ഇന്നും എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം എന്ന വിഷയത്തെ ചൊല്ലിയായിരുന്നു കശപിശ നടന്നത്. സിനഡ് തീരുമാനപ്രകാരം വൈദികന്റെ കുണ്ടി ജനങ്ങളെ അഭിമുഖീകരിച്ചു വരുന്ന തരത്തിലും കിണ്ടി അൾത്താരയെ അഭിമുഖീകരിച്ചു വരുന്ന രീതിയിലും കുർബാന കളിക്കാനെത്തിയ വികാരിയെയാണ് കുറച്ചുപേർ തടഞ്ഞു വെച്ചത്. തുടർന്ന് വമ്പൻ കയ്യാങ്കളി നടന്നു. ഒടുവിൽ പോലീസ് എത്തി എല്ലാത്തിനെയും ഓടിച്ചു. എറണാകുളം അങ്കമാലി അടിരൂപതയിലെ കാക്കനാട് ഫ്രാൻസിസ് അസീസി പള്ളിയിലാണ് ഇന്ന് കുണ്ടിക്കുർബാന അർപ്പിക്കാനെത്തിയ വികാരിയെ ഒരു വിഭാഗം വിശ്വാസികൾ തടഞ്ഞു വെച്ചത്. വികാരി ആന്റണി മാങ്കുറിയിലിനെയാണ് അൽമായ മുന്നേറ്റം പ്രവർത്തകർ ഉറിയിലിട്ട് ഊഞ്ഞാലാട്ടിയത്. നിനക്ക് കുണ്ടിക്കുർബാന തന്നെ നടത്തണോടാ മോനെ എന്ന് സ്നേഹപൂർവ്വം വിളിച്ചാണ് പാതിരിയുടെ കുർബാന തടഞ്ഞത്. തുടർന്ന് വിശ്വാസികളുടെ ഉപരോധത്തെ തുടർന്ന് പോലീസ് സംരക്ഷണത്തിൽ കുർബാന കളിക്കുവാൻ ശ്രമിച്ചെങ്കിലും പാളിപ്പോയി. അറിയാമോ, വേറൊരു പള്ളിയിൽ പോകണമെങ്കിൽ 500 രൂപ ഞങ്ങൾക്ക് ഓട്ടക്കാശ്. ഒരാൾ വളരെ മോശമായിട്ട് എന്നോട് സംസാരിച്ചു. അവര് പോലും പ്രതികരിച്ചില്ല, പേടിച്ചിട്ടായിരിക്കും. നിരോധിച്ചു, പിന്നെ സാരം കുടിക്കാൻ പറ്റുമോ? ഇന്ന് രാവിലെയാണ് കുണ്ടിക്കുർബാന അഥവാ സിനഡ് കുർബാനയ്ക്കെതിരെ ഒരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധക്കാർ വികാരിയുടെ മുറിയിൽ കയറി ഇരിക്കുകയും പ്രതിഷേധിക്കുകയുമായിരുന്നു. പ്രതിഷേധം പ്രതീക്ഷിച്ച് നേരത്തെ തന്നെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നു. വികാരിയുടെ വെള്ള നൈറ്റി പ്രതിഷേധക്കാർ ഇടാൻ സമ്മതിക്കാതിരുന്നതിനെ തുടർന്ന് നൈറ്റി ഇടാതെ നിന്നാണ് വികാരി കുർബാന കളിക്കാൻ നോക്കിയത്. നൈറ്റി ഇല്ലാതെ നിന്നുള്ള കളിക്ക് ഒരു ഗുമ്മില്ലെന്നായിരുന്നു ഒരു കുഞ്ഞാടിൻ്റെ ആത്മകഥം. അതേസമയം പോലീസ് പ്രതിഷേധിച്ച വിശ്വാസികളുമായി ചർച്ച നടത്തിയെങ്കിലും ഒരു തീരുമാനവുമായില്ല. അമ്മച്ചിയാണ് കുണ്ടിക്കുർബാന ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട, അച്ഛൻ കിണ്ടിക്കുർബാന കളിക്കുവാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ കളിക്കുള്ളൂ എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇനി നാളെയും കുണ്ടിക്കുർബാന കളിക്കുവാൻ വന്നാൽ ഉപരോധം സൃഷ്ടിക്കുമെന്ന് കാക്കനാട് അൽമായ മുന്നേറ്റം ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. അൽമായ മുന്നേറ്റം പ്രവർത്തകർ എറണാകുളം അടിരൂപത കൗൺസിൽ സീറോ മലബാർ സിനഡിലെ മുഴുവൻ മെത്രാന്മാർക്കും മേജർ ആർച്ച് ബിഷപ്പ് എങ്ങനെയുള്ള ആളായിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന തുറന്ന കത്ത് കൈമാറിയിട്ടുണ്ട്. വളയ്ക്കാൻ നല്ല കഴിവുള്ളത് കൊണ്ട് ഫ്രാങ്കോളിയെ ആർച്ചായി കിട്ടിയാൽ നന്നായിരിക്കും എന്നതാണ് ഒരിത്. ഒറ്റനിൽപ്പിൽ 13 കുർബാന വരെ നിർത്താതെ ചൊല്ലാൻ കഴിവുള്ള വേറെ ആരാണ് അടിരൂപതയിൽ ഉള്ളതെന്നാണ് അവരുടെ ചോദ്യം. എറണാകുളം അടിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിനും ചവ അഡ്മിനിസ്ട്രേറ്റർ സെബാസ്റ്റ്യൻ വാണിയപ്പൊരിക്കലിനുമാണ് നിർദ്ദേശങ്ങളടങ്ങിയ കത്ത് മടക്കി നൽകിയത്. ഇനി ഒരുത്തനും കോടതി ഒരു തീരുമാനമെടുക്കുന്നത് വരെ കുർബാന കളിക്കാൻ പള്ളിയിൽ കയറിയാൽ എല്ലാവരുടെയും കുണ്ടിയടിച്ചു പൊളിക്കും എന്ന് പറഞ്ഞ് പോലീസ് ഓടിച്ചു വിട്ടിട്ടുണ്ട്. നാളെ എന്തരാകുമോ എന്തോ. തങ്ങളുടെ വിശുദ്ധ ആലഞ്ചേരിയെയും ഉരുക്കുമെത്രാനെയും വീഴ്ച കുണ്ടിക്കുർബാന എങ്ങനെ നടത്തിയെടുക്കാമെന്ന വിഷയത്തിൽ സ്ട്രാറ്റജി ഉണ്ടാക്കുവാനായി അഭിവന്ദ്യ മെത്രായോളികളെല്ലാം ഇന്ന് വൈകിട്ട് വട്ടമേശ സമ്മേളനം കൂടുവാൻ സാധ്യതയുണ്ട് എന്നതാണ് ലഭ്യമായ വിവരം.
ഇനി ലവന്മാർക്ക് എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം, പാതിരിയുടെ കുണ്ടി കാണിക്കണോ അതോ കിണ്ടി കാണിക്കണോ എന്ന വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നാട്ടിലെ ആൺപിള്ളേർ നല്ല കുറുവടിയുമായി ഇവന്മാരുടെ പള്ളിക്ക് മുന്നിൽ പോയി നിൽക്കണം. എന്നിട്ട് പള്ളിയിലേക്ക് കുണുങ്ങി പോകുന്നവന്മാരെ പിടിച്ചു നിർത്തി, നിനക്കൊക്കെ പള്ളിയിൽ പോയി മര്യാദയ്ക്ക് നിന്ന് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ പോകാമോടാ, നീയൊക്കെ എങ്ങോട്ടെങ്കിലും മര്യാദയ്ക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ പോകാൻ പറ്റുമോടാ മോൻ്റെ മോന്മാരെ എന്ന് ചോദിച്ച് ചന്തിക്കിട്ട് 4 പിട കൊടുക്കുക. അപ്രകാരം ചെയ്താൽ ചന്തിയും തടവി എങ്ങോട്ടെങ്കിലും തിരിഞ്ഞു നിന്ന് മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് ഇവന്മാർ വീട്ടിൽ പോകും. അല്ലാത്തടത്തോളം കാലം സാക്ഷാൽ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാലും ലവന്മാർ കേൾക്കില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.